അപ്പോൾ എന്താണെന്ന് അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഈ തട്ടിക്കൊണ്ട് പോണത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കരയണം. അങ്ങനെ കരഞ്ഞ ചിരിക്കാനല്ല കര നെഞ്ചു തിരിച്ചു വരാം നെഞ്ചു തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് വില്ലൻ നിങ്ങളുടെ കൈക്കറി പിടിക്കണം. നിങ്ങൾ വീട് തുറ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്ന വലിയൊരു ട്രാപ്പാണ്. അപ്പം മോളെ രക്ഷിക്കണം. ആ ഒരു പവറിലേക്കാണ് നന്നായിട്ട് കരയാണ്. ഭയങ്കര നല്ല ഒന്ന് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ഉറക്കെ കര. ഇതെന്തോന്ന്? അല്ല ഞാൻ ആ സീൻ വില്ലന്മാര് വലിച്ചടിച്ചോണ്ട് പോകണമെന്ന് കൈ പിടിച്ച് നായകയുടെ കൈ കയറി പിടിക്കുന്ന നീ കൊച്ചിനെ കൈ പിടിച്ചോ പോരെ? അല്ല എന്റെ ഒരു ശ്രദ്ധയില്ലെങ്കിൽ അമ്മ തുടങ്ങും പരിപാടിയാണ്. കൊള്ളാം കേട്ടാ. അല്ല ആ വില്ലന്മാര് ഈ കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ചടിച്ചോണ്ട് പോകുന്ന സീൻ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ വലിച്ചയക്കണ്ട. ഇപ്പൊ ഈ സീനാണ് ഷൂട്ട് ചെയ്യാൻ പോലെ. പിന്നെ തൽക്കാലം നമുക്കിപ്പോൾ ഈ സീൻ ഷൂട്ട് ചെയ്യണ്ട. മീഡിയ എന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. മീഡിയ എന്ന ആൾക്കാർ വരുമ്പോൾ നമ്മളൊരു കൊഴുപ്പുള്ള സീൻ ഷൂട്ട് ചെയ്താലേ നമുക്കത് കവറേജ് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കുറച്ച് പച്ചമുട്ട പൊട്ടിച്ച് ചോദിച്ചോളൂ, നല്ല കൊഴുപ്പുണ്ടാവും. നിന്റെ ബോധമില്ലാത്ത സംസാരം നീ എന്നോട് സംസാരിക്കും. ഡിഗ്രോ അവനുള്ളതല്ലേ അവന് പ്രകടിപ്പിക്കാൻ പറ്റൂ. അത് വിട്ടോളാം. ഒരു കാര്യം ചെയ്യും. അപ്പൊ നമുക്ക് ഏത് സീൻ ചെയ്യാൻ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബെസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ പ്രൊഡ്യൂസറെ വിളിച്ച് സാർ സാറും കൂടെ വരുന്നുണ്ടോ? ഓക്കെ. പ്രൊഡ്യൂസർ പുള്ളി ഇത്രയും നാളായിട്ട് ലൊക്കേഷനോട് ഷൂട്ട് തുടങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. അതാണ് ഇന്ന് നമ്മുടെ മിറർ ചാനലിൽ നിന്ന് നമ്മുടെ ലൊക്കേഷൻ കവർ ചെയ്യാനായിട്ട് ചാനലുകാർ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ അതാണ് പുള്ളി ഗേറ്റിന്റെ വാതിൽ എത്തി. നിന്നെ പെണ്ണാണ് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ ഒരുമാതിരി കുണിങ്ങി വന്ന് ഇങ്ങനെ തുറക്കണം. ഇവിടെ സ്മാർട്ടായിട്ട് വന്ന് ബ്ലാക്ക് ആയിട്ട് വന്ന് ഇങ്ങനെ തുറക്കണം. അതിനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? എന്റെ പോത്തിറച്ചി അടിച്ച് തടി അങ്ങോട്ട് പെരുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നാണമില്ലേ നിനക്കൊക്കെ? ബ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആന്റെ ഒരു സ്മാർട്ട് സ്വറ്റാണ്. നീ എനിക്ക് തരുന്ന ബഹുമാനമാണ് മറ്റുള്ളവർ എനിക്ക് തരേണ്ടത്. അത് മനസ്സിലായോ നിനക്ക്? രാവിലെ ഉണങ്ങി എവിടത്തെ ബ്ലാക്കറ്റാണ്? ബഹുമാനം തരുന്നുണ്ടല്ലോ. തരുന്നുണ്ട്. മിണ്ടിപ്പോരുത്, പറഞ്ഞേക്കാം. മണി 10 എല്ലാം കൂടെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. നായികയായിട്ട് സംവിധായകൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോ ഷൂട്ടിംഗ് തുടങ്ങാൻ വിളിച്ച് പറയാം? സാർ ഞാൻ വിളിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞ മുതലാളിയുടെ ഗൺമാൻ അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റ് പറയുമ്പോ അവരനുസരിക്കണം. അവിടെയാണ് നിന്റെ കഴിവ്. വരുന്നുണ്ട്. ഇതാര്? നമ്മള് പ്രൊഡ്യൂസർ സാറോ? പ്രൊഡ്യൂസർ അല്ല, പ്രൊഡക്ഷൻ ബോയ്. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിക്കേന് എല്ലാരും. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങേണ്ടത് അവിടെ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ്. അല്ല ഈ ഷൂട്ടിംഗ് തുടങ്ങി ഇപ്പൊ നിങ്ങൾ വരുന്നുണ്ട് അറിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കാന്നുള്ളതിന്റെ ചർച്ച ചെയ്യാണോ? അതായിരുന്നു അതിന്റെ ധാരണ. ഇതാദ്യമേ പറയണ്ടത്. നമസ്കാരം സാർ. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സാറിനിവിടെ ബൊക്കെയൊക്കെ തന്ന് ആഘോഷപരമായിട്ട് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഡിക്രൂസേ. എനിക്ക് ബൊക്കെ തന്ന് സ്വീകരിച്ചാലും നിങ്ങൾ അക്കൗണ്ടിൽ എഴുതി വെക്കും പ്രൊഡ്യൂസർക്ക് ബൊക്കെ കൊടുത്ത വകയിൽ 1250 രൂപ. അതിൽ 250 രൂപ എവന്റെ പോക്കറ്റിലിരിക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതല്ലേ. ഞങ്ങളൊന്നും ആ ടൈപ്പേ അല്ല. എനിക്കറിയാം നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അത് മറക്കണ്ട സാറേ. പിന്നെ ഒരു വിഷമമുണ്ട്. എന്ത്? ഇത്രയും ദിവസം ഷൂട്ടിംഗ് ആയിട്ടും സാറ് ഇതുവരെ ലൊക്കേഷനോടും തിരിഞ്ഞു പോലെ നോക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എനിക്കും തിരിച്ചു ചോദിക്കാറുണ്ട്. എന്റെ 7 ബാറാണ് ഇപ്പൊ പൂട്ടിയിരിക്കുന്നത്. ആരെങ്കിലും ഒരു ഫോൺ കോൾ, സാറേ പ്രൊഡ്യൂസർ സാറേ സാറിന്റെ 7 ബാറും പൂട്ടിയില്ലേ, ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് എന്ന് ഏവനെങ്കിലും ഒരുത്തൊന്ന് ഫോൺ ചെയ്തോടാ. അല്ല ഞങ്ങള് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് വിളിച്ച് ചീത്ത വിളിക്കുന്നു പേടിച്ചിട്ട് ഞങ്ങൾ സാറിനെ വിളിക്കാൻ. അങ്ങനെ പറഞ്ഞ എന്നെ ആശ്വസിപ്പിക്കണ്ടടാ. എന്റെ ഭാര്യ അവനും ആശ്വസിപ്പിച്ചില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിവിടെ ബാറ് തുടങ്ങി 7 എണ്ണം. അന്ന് ഇവിടെ ഉത്തരവ് വന്നു, എന്താ ബാറ് പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ബിയറും വൈനും ഒക്കെ കൊടുത്ത് നമ്മൾ ചെറിയ തോതിൽ ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. സാറ് വിഷമിക്കരുത്, ബാർക്ക് വീണ്ടും തുറക്കും. നീ കോടതിയെക്കാളും വലിയ ആളാ നീ. ഞാൻ സാറിനെ ആശ്വസിപ്പിച്ചാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുന്നതല്ല ഞാൻ പറഞ്ഞ. ഒരു ഫോണിൽ വിളിച്ച് നീ ഞാനാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നറിയാം? സാറേ വിഷമിക്കണ്ട സാറേ, സാറേ കോടതിയുടെ നിയമമല്ലേ സാർ, നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും സാർ, സാറിന് ദൈവം വേറെ കാശ്. അങ്ങനെ ഒരു വാക്ക് വിളിച്ച് വരാത്തതിടാ. ഇവിടെ 7 ബാർ പൂട്ടി. അപ്പൊ ഞാൻ വൈനും ബിയറും ഒക്കെ കൊടുത്ത് ഞാനൊരു പാവപ്പെട്ടവനായിട്ട് അങ്ങനെ
ഒരു സെക്കൻഡ്. വേറെ ആരോ ആശ്വസിപ്പിക്കാൻ സാറിനെ ഫോൺ വിളിക്കുക. ഹലോ. ആ എടേ പിന്നെ ഈ 3 ബാറെങ്കിലും ഒന്ന് നോക്കട്ടെ. 500 മീറ്ററിൽ, അതും 500 മീറ്ററിനകത്താണ്. നീ ഒരു കാര്യം ചെയ്യടേ, നമ്മുടെ ആ സ്വപ്ന ബാറില്ലേ, അതിൻ്റെ ബാക്കിലൊരു മതിലുണ്ടല്ലോ, ആ മതിലിടിക്ക്. അവിടെ ഒരു ഇടവഴിയില്ലേ, ആ ഇടവഴി അത് തന്നെ. അവിടെ ഒരു മാടം വെച്ച് കെട്ട്. എന്നിട്ട് അവിടെ വെച്ച് ഈ പിന്നെ ബിയറും വൈനും ഒക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 500 മീറ്ററിൻ്റെ അപ്പുറത്താണ്, കോടതിക്ക് ഇടപെടാൻ പറ്റും. എന്നിട്ട് ബോർഡ് വെച്ചേരെ, സ്വപ്ന ബാർ അനക്സ് എന്നൊരു ബോർഡ് വെച്ചേരെ. ഡേ നമുക്ക് അതൊക്കെ ഡീൽ ചെയ്യാം. മറ്റേ ബാറിൽ ഞാൻ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ദു ബാറിൻ്റെ അവിടെ എന്താണെന്ന് വെച്ചിരുന്നാൽ നമുക്ക് താഴെ ഒരു തുരങ്കം കുഴിച്ചിട്ട് അത് അപ്പുറത്തോട്ട് പോകുന്ന നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ. അത് തന്നെ കുമാരൻ്റെ വീട്ടിൽ ആ തുരങ്കം വഴി കുമാരൻ്റെ പ്രോപ്പർട്ടിയിൽ പോകണം. പ്രോപ്പർട്ടി പോയിട്ട് മതിലെടുത്ത് ചാടിയാൽ വീണ്ടും അവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ ഒരു ചെറിയ മാടം വെച്ച് കിട്ടും. അവിടെ ബിയറും വൈനും കൊടുക്കും കേട്ടാ. ശരി 500 മീറ്റർ അളന്ന് നോക്കിക്കോണം. 501 ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കോടതി നമ്മളെ പൂട്ടും. ശരി കേട്ടാ. ഓക്കെ. അപ്പൊ സാറ് കോടതിക്കും അതുക്കും മേലെയാണല്ലേ? അത് ഈ പാടത്തിലൊക്കെ മാടം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. ഇത് 500 മീറ്ററിന് അകത്താവാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് വേണം, നീയൊക്കെ വരണം കേട്ടോടെ. ഈ ലൊക്കേഷനിലേക്ക് വന്നതിന്റെ ഐശ്വര്യമൊക്കെ കണ്ടു തുടങ്ങി. എന്താണ് സാർ ഇപ്പൊ ലൊക്കേഷനിൽ അങ്ങനെ വരാറില്ലായിരുന്നല്ലോ. സാറ് കാലെടുത്ത് കുത്തിയപ്പോ തന്നെ ഇപ്പം മിറർ ചാനലിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ പേങ്ങ, നീ എന്ത് വിചാരിച്ചത്? അവര് വരുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നെന്നാ? എടാ ഞാനാണ് അവരെ വിളിച്ച് പറഞ്ഞത്. ഇത്രയും ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടും ഒരു ദിവസമെങ്കിലും ഒരു ചാനലുകാരെ നീ ഇവിടെ വരുത്തിയ, നിന്നെ കൊണ്ട് വരുത്താൻ പറ്റിയ? നിന്റെ അടുത്തും കൂടെയാണ് ചോദിക്കുന്നത്. നീ എന്താ വരുത്താത്തത്? ഞാൻ അന്വേഷിച്ചപ്പോ ഉണ്ടല്ലോ, ഡിക്രൂസിന്റെ ലൊക്കേഷനിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പടം അത് എന്തായിരുന്നാലും ഓടാൻ പോണില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാം. അവിടുത്തെ ചാനലുകാരെല്ലാം തട്ടിക്കൂട്ട് പടം അസൂയായിരിക്കണം. നമ്മൾ ചാനലുകാർ പലതും പറയും, അതിനനുസരിച്ച് നമുക്ക് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സോപ്പിട്ട് ഒരു രീതിയിൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. നീ ഡയറക്ടറാണ്, നീ എഴുത്തുകാരൻ, അസോസിയേറ്റ് ഡയറക്ടർ, കൺട്രോളർ. ഈ ചാനലുകാർ വരുമ്പോൾ ആക്രാന്തം കാണിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഒതുക്കം വേണം. നമ്മൾ വെയിറ്റിട്ട് നിൽക്കണം. നമ്മൾ വെയിറ്റിട്ട് ഭയങ്കര, നമുക്ക് അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്കാണ് നമ്മളെ കൊണ്ട് കാര്യം എന്ന രീതിയിൽ ഒരു വെയിറ്റ് ഇട്ട് നിൽക്കണം. നീ വളരെ ചീപ്പാവും. അത് വേണ്ട. വിശേഷിച്ച് ഈ പെണ്ണുങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നീ ഒലിപ്പിച്ചുകൊണ്ട് വരും. അത് വേണ്ട. ഇവിടെ വെയിറ്റ് കളയത്. ഡിക്രൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ നീ പൊട്ടിപ്പൊളിഞ്ഞ പടം എടുത്തിട്ടോ. പക്ഷേ ഇനി നീ നല്ല പടം എടുക്കും. സാറ് ഡിക്രൂവിനെ നന്നായി പഠിച്ചിരിക്കണം. ഇതൊക്കെ നമുക്കറിയില്ല. ഇവനെ ഞാൻ പടത്തിൽ വയ്ക്കാൻ കാരണം എന്ത്? ഇവനാവുമ്പോ 2000-3000 രൂപ കൊടുത്താൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെങ്ങനെ കൊച്ചാക്കല്ലേ എൻ്റെ നമ്മുടെ സുഹൃബന്ധം. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ ആക്രാന്തം കാണിക്കരുത്. എല്ലാവരും വെയിറ്റ് ഇട്ടിട്ട് ഞങ്ങള് നല്ലൊരു പടം എടുക്കുകയാണ്. അതായത് ആ വെയിറ്റ് ഇട്ട് നിൽക്കണം. അല്ല ക്യാമറ കണ്ട ഉടനെ സാറ് പറഞ്ഞത് കറക്റ്റാ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ റിപ്പോർട്ടർ നീ അത് എല്ലാവരും വെയിറ്റ് ഇട്ട് നിൽക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി ആരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ എന്റെ ബ്ലാക്ക് കാറ്റ് ആണ് ഇടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി. ഇത് അല്ല സാറേ, നിങ്ങൾ അവനെ ബ്ലാക്ക് കാറ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, വെറും കാറ്റ് എന്ന് വിളിച്ചാൽ മതി. മൊത്തത്തിൽ ബ്ലാക്ക് ആണല്ലോ. നിറത്തിനെ കളിയാക്കിയുണ്ടല്ലോ. നീ ഒന്നും ചെയ്യണ്ട. അല്ലേ എന്നെ ഒരുത്ത വഴിയിൽ തടഞ്ഞു നിർത്തി ഈ ബിയർ സമയം കഴിഞ്ഞിട്ടും കൊടുക്കാത്തതിന്റെ പേരിൽ യുദ്ധം ചോദിച്ചു. ഒറ്റയടി 7 മാസം ആശുപത്രി കിടന്നവൻ. അല്ല, എവന്റെ ഇടിവുണ്ട്. സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ഇപ്പൊ ഒരു കാര്യം എല്ലായിടത്തും പറഞ്ഞ ഹീറോന്റെ അടുത്തൊക്കെ പറഞ്ഞത്, വെയിറ്റ് വിടരുത് കേട്ടല്ലോ. അപ്പൊ എല്ലാ സീനൊക്കെ എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തു.